الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق من زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. വിശ്വാസിമാരെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വാക്കിന്റെ ജീവിതത്തോട് ചുറ്റും സ്വന്തത്തെ മറക്കാത്ത നിങ്ങൾ ഓരോരുത്തരുടെ കേട്ടോട്ടുള്ള വസിയത്താക്കിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല വിഷയവും പല രീതിയിലേക്ക് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിപാടിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്തുൽ ഖലമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പൽക ചൊല്ലു. അല്ലാഹു ചൊല്ലുന്നതിനാണ് ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ ചൊല്ലുന്നതായ പൽകയ്ക്ക് ഓ മുഹമ്മദേ നീ ഒരു വലിയ ഒരു സ്വഭാവത്തോട് ആലയിക്കുക. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അതെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീക്ക് മുസ്ലിമീക്ക് വഴിപാടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വലിയ ഒരു സ്വഭാവത്തോട് ആലയിക്കുക. അതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് ഇന്നമാ ബുഇസ്തും ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഞാൻ നിങ്ങൾക്ക് റസൂലിക്ക് വന്നത് നല്ല സ്വഭാവത്തെ പൂർത്തീകരണത്തിലേക്ക് ഒരു നല്ല ഹുസ്നുൽ ഖുലുഖ് പൂർത്തീകരണത്തിലേക്ക് ഞാൻ നിയോഗിക്കപ്പെട്ടത് റസൂലിക്ക് വന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാറ് റസൂലേ ആൽമാരെ യാര സ്വർഗ്ഗത്തില് കൊമ്പോടേതായ കാര്യം എന്ത് ആൽമാരെ യാര സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യം എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുലുഖ്. ഈ ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ ചൊന്നാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഒന്നാമത്തേത് തഖ്വല്ലാഹ്. ഇതിനെ വിശദീകരിച്ച് അവർ ചൊന്നത് തഖ്വല്ലാഹ് ചൊന്നിട്ടാണെങ്കിൽ അടിമവും റബ്ബുമായി കണക്ഷൻ ആക്കിയിട്ടുള്ള ഉദ്ദേശിക്കുന്നത്. അതായത് ഏതൊരു മുസ്ലിം ഏതൊരു മുഅ്മിൻ അവന്റെ ജീവിതത്തിൽ അവന്റെ റബ്ബറുള്ളതായ ബന്ധത്തെ കണക്ഷന്റെ നല്ലാക്കലാണെങ്കിൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണം. അത് മാത്രമല്ല ഇതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ ചൊന്നത് അടിമമാർ പരസ്പര മനുഷ്യന്മാർ മുസ്ലിമീങ്ങ അങ്ങ് പരസ്പരം അങ്ങനെ ബന്ധത്തെ നല്ലാക്കുള്ളൂ. അപ്പ ഇതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ ചൊന്നത് രണ്ട് ബന്ധം. ഒന്ന് അടിമ മുഅ്മിനും അവന്റെ റബ്ബുമായി ബന്ധവും, രണ്ടാമത്തേത് അടിമയുടെ ബന്ധം മുഅ്മിനുമായി ബന്ധം. ഈ രണ്ട് കണക്ഷന്റെ കറക്റ്റ് ആക്കി നീക്കിക്കറി ആൽമാർ സ്വർഗ്ഗത്തിൽ കൂടേണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴിപാട്. അതേ സത്യവിശ്വാസിമാരെ ഇന്നത്തെ ഖുത്ബയിൽ വിഷയം ചൊല്ലപ്പെട്ടതായ വിഷയ ഹുസ്നുൽ ഖുലുഖ്. മൂന്ന് പോയിന്റ്. ഒന്നാമത്തെ അഹ്ലിയത്തുൽ അഖ്ലാഖ്.
ഈ സ്വഭാവത്തെ പ്രാധാന്യം ഹദീസിലും ഖുർആനിലും ഈ സ്വഭാവത്തെ പ്രാധാന്യം തരും. രണ്ടാമത്തേത് ഫളാഇലുൽ അഖ്ലാഖി വ തമറാത്തുഹു, ഈ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠത ഹദീസിലും ഖുർആനിലും ഈ സ്വഭാവത്തെ ഫളൽ, ഈ സ്വഭാവത്തിൽ നല്ല സ്വഭാവത്തിൽ കിട്ടുന്ന റിസൾട്ട്. മൂന്നാമത്തേത് ഒരു മുഅ്മിൻ അവന്റെ ജീവിതത്തിൽ എങ്ങനെ ഇരിക്കും അവന്റെ സ്വഭാവത്തെ നല്ല വിശേഷിക്കും. ഒന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കാനായത് സ്വഭാവം, നല്ല സ്വഭാവം ചൊല്ലുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മുഅ്മിനുമാർക്ക് കൽപ്പിച്ചതായി കാര്യം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുമാർക്ക് അങ്ങനെ നീതിയിലിരിക്കണം, പരസ്പര നീതി കാട്ടണം ചൊല്ലു അല്ലാഹു കൽപ്പിച്ചു. അതുപോലെ വൽ ഇഹ്സാൻ, അത് ഒരു മുഅ്മിൻ ഒരു മുസ്ലിം ഇതര മുസ്ലിമിന് നല്ല രീതിയിൽ ബിഹേവ് ആക്കണം, നല്ല രീതിയിൽ പെരുമാറണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. ഇതിന്റെ ഒന്നാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനിനെ പരസ്പര നല്ല സ്വഭാവത്തിൽ ഇരിക്കണം. രണ്ടാമത്തേത് നല്ല സ്വഭാവം ചൊല്ലുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് കൊടുത്ത വസിയത്ത്. മഹാനായ സഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അബൂ ദർ അൽ-ഗിഫാരി റളിയല്ലാഹു അൻഹു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിട്ടാണ് ഇത്തഖില്ലാഹ ഹൈതുമാ കുൻത وأتبع السيئة الحسنة تمحها وخالق الناس بخلق حسن. عليه رسول الله صلى الله عليه وسلم قال اتق الله حيثما كنت. നീ ഓടാണ്ടായും നീ ഓർത്തയുണ്ടായും ആത്മാർത്ഥമുള്ള ഏത് സന്ദർഭത്തിലും നീ അല്ലാഹുവെ സൂക്ഷിക്കണം. وأتبع السيئة الحسنة تمحها, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ തപ്പുകൾ സംഭവിച്ചു പോയാണ്ടായെങ്കിൽ അപ്പനെ ഒരു നല്ല പണിയാക്കി ഈ നല്ലതായ ഈ ഒരു അമല് ആ നിന്റെ തപ്പുര മാഫാക്കി ആ തപ്പുര ഇല്ലാണ്ടാക്കുക. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് റസൂലുള്ളാഹി വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, നീ ആൾമാർക്ക് നല്ല സ്വഭാവത്തിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പെരുമാറണം, നല്ല രീതിയിൽ ബിഹേവ് ആക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് കൊടുത്തതായ വസിയത്ത്. അതുപോലെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഇന്നകും ലാ തസ്ഔന الناس ബിഅംവാലികും, നിങ്ങൾക്ക് ആൾമാരൊട്ടിയ നിങ്ങൾക്ക് മുസ്ലിം മുഅ്മിനീങ്ങളൊട്ടിയ നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങൾക്ക് അവരൊട്ടിയ മുന്നോട്ട് ആവില്ല. വലാകിൻ യസ്അഹും ബസ്തുൽ വജ്ഹി വ ഹുസ്നുൽ ഖുൽഖ്, മാത്രമല്ല നിങ്ങൾ മുഅ്മിനീങ്ങൾ മുസ്ലിം പരസ്പര നല്ല രീതിയിൽ ഓടുണ്ടായെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യത്തിൽ ചൊല്ലുന്നു. ഒന്നാമത്തേത് മോത്തുള്ളതായ ചിരിയും, രണ്ടാമത്തെ നല്ല സ്വഭാവം. ഇത് രണ്ട് കാര്യങ്ങളുണ്ടായെങ്കിൽ മുസ്ലിങ്ങൾക്ക് പരസ്പര നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് സാധിക്കുന്ന സത്യവിശ്വാസിമാരെ. മൂന്നാമത്തെ നമ്മൾ മനസ്സിലാക്കണത് നല്ല സ്വഭാവം, എല്ലാ ഖൈറായ കാര്യത്തെ ഒട്ടിയാക്കുന്ന നല്ല സ്വഭാവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്, നല്ലതായ കാര്യം ചൊല്ലുന്നത് അത് നല്ല സ്വഭാവം, ബിർറ് ചൊല്ലുന്നത് അത് നല്ല സ്വഭാവം. നാലാമത്തേത് നല്ല സ്വഭാവം ചൊല്ലുന്നത് യഥാർത്ഥ ദീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തി വന്ന് കേൾക്കുന്നു, റസൂലേ എന്തിനാ ഈ മദ്ദീൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു ഹുസ്നുൽ ഖുലുഖ്, ദീൻ ചൊല്ലണ്ടായി നല്ല സ്വഭാവം. അപ്പൊ ഈ നാല് കാര്യത്തിൽ നമുക്ക് ഹദീസുകൾ അർത്ഥമാക്കാൻ സാധ്യത. അപ്പൊ ഞങ്ങൾ അർത്ഥമാക്കുന്ന എന്ത് നല്ല സ്വഭാവം ഇതിന് വിശദീകരിച്ച് പണ്ഡിതന്മാർ ചൊല്ലുന്നത് മൂന്ന് കാര്യത്തിൽ നല്ല സ്വഭാവം. ഒന്നാമത്തേത് ബദ്ലുൻ നദാ വകഫുൽ അദാ വതലാഖത്തുൽ വജ്ഹ്, ഈ മൂന്ന് കാര്യം ഉൾക്കൊള്ളുന്ന ഹുസ്നുൽ ഖുലുഖ് നല്ല സ്വഭാവം. ഒന്നാമത്തേത് ബദ്ലുൻ നദാ ഐ ബദ്ലുൽ മഅറൂഫ്, ഒരു മുസ്ലിമിന് നല്ല കാര്യമാക്കി കൊടുക്കുക. ഉദാഹരണത്തിന് ഒരു മുസ്ലിംക്ക് സാമ്പത്തികമായി സഹായിച്ചു കൊടുക്കുക. അതുപോലെ ഒരു മുഅ്മിൻ അവൻ പഠിച്ചതായ അറിവിനെ ഒരു മുഅ്മിൻക്ക് സ്വത്ത് കൊടുക്കുക. ഇതിന് നല്ല കാര്യത്തെ ചെലവാക്കണം, മഅറൂഫായ കാര്യത്തെ ചെലവാക്കണം. രണ്ടാമത്തേത് കഫുൽ അദാ, ഒരു മുസ്ലിമിന് ഒരു തന്റെ സഹോദരത്തെ ബാധിച്ചതായ ബുദ്ധിമുട്ട് പ്രയാസത്തെ ഇല്ലാണ്ടാക്കി കൊടുക്കുക. ഉദാഹരണത്തിന് ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ അവന്റെ ചിലപ്പോ കടയിക്കും, ആ കടത്തെ ഇല്ലാണ്ടാക്കി കൊടുക്കും, നല്ല സ്വഭാവത്തിൽ പട്ടിയിരിക്കും. മൂന്നാമത്തേത് വലാഖത്തുൽ വജ്ഹ്, മോത്തുള്ളതായ ചിരി. ഇതിന് മൂന്ന് കാര്യത്തിൽ ഹുസ്നുൽ ഖുലുഖ് നമുക്ക് പണ്ഡിതന്മാർ പരിപാടി തന്നെ. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്ന സത്യവിശ്വാസിമാരെ ഈ നല്ല സ്വഭാവത്തിൽ ഫളലും ഈ നല്ല സ്വഭാവത്തിൽ റിസൾട്ട്. ഒന്നാമത്തേത് നല്ല സ്വഭാവമുള്ളതായ ഒരു ആള് അവന് എല്ലാ ആൾമാരിലും വെച്ചിട്ട് ഖൈറായ ആളെത്തിക്കും. ഒരു ഹദീസിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് ചൊല്ലുന്നത് ലം യകുനി നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിശൻ വലാ മുതഫഹിശൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോശമായ ഒരു ആലയത്തില്ല, സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തു ചൊല്ലമ അല്ലെങ്കിൽ തപ്പിട്ട് ഒരു വായില പ്രവർത്തനം എടുക്കുമെന്നോ പോലൊരു നബി ഇല്ലാത്ത റസൂൽ, ഒരു മനുഷ്യൻ ഇല്ലാത്ത റസൂൽ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ റസൂലുള്ളാഹി ഇന്ന മിൻ ഖിയാരികും അഹ്സനുകും അഖ്ലാഖ. മനുഷ്യന്മാർ നിങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഖൈറായ ആൾമാർ അഹ്സനുകും അഖ്ലാഖ, നിങ്ങളിൽ നല്ല സ്വഭാവമുള്ള ആളായിരിക്കണം, നിങ്ങളിൽ വെച്ച് ഖൈറായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഹദീസിൽ വഴിപാട്ടിരിക്കുക. രണ്ടാമത്തേത് നല്ല സ്വഭാവമുള്ളവരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വഴിപാട്ടിയത് അവൻ പൂർണ്ണമായ ഈമാനുള്ളവനായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. മുഅ്മിനീങ്ങൾ വെച്ച് പൂർണ്ണമായ ഈമാനുള്ളവൻ അവൻ അങ്ങനെ വെച്ച് നല്ല സ്വഭാവമുള്ളവനായിരിക്കണം. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ. അങ്ങനെ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനായിരിക്കണം, പൂർണ്ണമായ ഈമാനുള്ളവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വഴിപാട്ട്. മൂന്നാമത്തേത് നല്ല സ്വഭാവമുണ്ടായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബിർസ, അല്ലാഹുവിന്റെ മഹബ്ബത്ത് ആ ഒരു ആളുടെ നിൽക്കുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു അഹബ്ബു ഇബാദില്ലാഹി ഇലല്ലാഹ് അഹ്സനുഹും ഖുലുഖാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹുവിന്റെ അടിമമാർന്ന് വെച്ചിട്ട് അല്ലാഹു ചൊമ്മ ഇഷ്ടമുള്ളതായ അടിമ അവൻ നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ അല്ലാഹു വിശുദ്ധ ഖുർആൻ ചൊല്ലു വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. നല്ലതായ സ്വഭാവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാനായ ആൾമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതായിരിക്കും. നാലാമത്തെ മനസ്സിലാക്കണായത് നല്ല സ്വഭാവത്തിലൂടെ സത്യവിശ്വാസിമാരെ ഒരു ബെല്ലും നോമ്പ് നോക്കുറോണ്ട് മിസ്കരിക്കുന്നോണ്ട് ആ ദറജ കൂലിയിട്ടിക്കറ് നല്ല സ്വഭാവം വിട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഇന്നൽ മുഅ്മിന ല യുദ്രിക ബി ഹുസ്നി ഖുലുഖിഹി ദറജതസ് സായിമിൽ ഖായിം. നേരിട്ടും ഒരു മുഅ്മിൻ അവന്റെ നല്ല സ്വഭാവത്തിലൂടെ അവന്റെ ജീവിതത്തിൽ അവർക്ക് കിട്ടത് മിസ്കരിക്കുന്നോണ്ടും അതുപോലെ നോമ്പ് നോക്കുറോണ്ട് ആ ദറജയിട്ടിക്കറ് ഒരു നല്ല സ്വഭാവത്തെ ഒരു വ്യക്തിക്ക് കിട്ടുകൊണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ട്. അതുപോലെ അഞ്ചാമത്തെ മനസ്സിലാക്കാനായത് നല്ല സ്വഭാവം ചൊല്ലത് ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ അവന്റെ മീസാനിൽ യാറെ ദിന്നുള്ളതായ അവന്റെ തുലാസിൽ യാറെ ദിന്നുള്ളതായ ഒരു പ്രവർത്തനത്തിക്ക് നല്ല സ്വഭാവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു മാ മിൻ ശൈഇൻ അത്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഖുലുഖിൻ ഹസൻ. ഖിയാമത്തിനാൽ ഒരു മുഅ്മിന്റെ മീസാനിൽ അവന്റെ നല്ല സ്വഭാവത്തെ കാട്ടി ദിന്നുള്ളതായ ഒരു കാര്യവും ഇല്ലാണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഹദീസിൽ വഴിപാട്ടെ. അതേസത്തിൽ വിശ്വാസിമാരെ ഞങ്ങൾ ജീവിതത്തിൽ നല്ല സ്വഭാവത്തോടമാവും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സ്വഭാവത്തെ ഒരു ആലയിക്കും ഞങ്ങൾ റസൂലുള്ളാഹിയുടെ ഉമ്മത്തിരിക്കണം, ഉമ്മത്തു മുഹമ്മദിരിക്കണം. ഞങ്ങൾ അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ വിഷയത്തിൽ ഞങ്ങൾ പിൻപറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അതുപോലെ നിങ്ങൾക്കും അതനുസരിച്ച് ജീവിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വ ലിസാഇരിൽ മുസ്ലിമീൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين. ربي زدنا علما. സത്യവിശ്വാസിമാരെ ഞങ്ങൾ മനസ്സിലാക്കി വന്നതായ വിഷയം ഹുസ്നുൽ ഖുലുഖ്. ആ നല്ല സ്വഭാവത്തെ ഹദീസിൽ വന്ന അതിന്റെ പ്രാധാന്യം എന്ത്, അതുപോലെ നല്ല സ്വഭാവത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നതായ റിസൾട്ട് എന്തിന്, അതിന്റെ ഫളല് എന്തിന്, റസൂൽ എന്തിനേക്ക് വഴിപാട്ട് ചൊന്ന വിഷയത്തേക്ക് ഞങ്ങൾ പഠിച്ചു വന്നത്. മൂന്നാമത്തെ വിഷയം എങ്ങനെ ഒരു മുസ്ലിം ഒരു മുഅ്മിൻ അവന്റെ ജീവിതത്തിൽ അവന്റെ സ്വഭാവത്തെ കറക്റ്റ് ആക്കുന്നത് അടിസ്ഥാനപരമായിട്ട് മൂന്ന് വിഷയത്തിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് അദ്ദുആ.
ஒருத்தவனுடைய ஜீவிதத்தில் அவனோட சுபாவத்தை நல்லாக்குள்ளதாய ஃபர்ஸ்ட் ஸ்டெப் சொல்றது துஆ இதுக்கு. ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் சொல்லுது இன்ன ஹாதிஹி அலா ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் ரசூலுட சொந்தத்தை அல்லாஹ் சொல்லுது இன்னக லஅலா குலுகின் அதீம். நீங்க ஒரு வெள்ள சுபாவத்தாலே திக்கிறான் ரசூல் சொல்லுது. மத்த ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் துஆ இருந்தே அல்லாஹும்ம ஹஸ்ஸின் குலுகி கமா அஹ்சன்த ஹல்கி. அல்லாஹ்வே நன்னுடைய ശരീരത്തെ നല്ലാക്കിയത് പോലെമേ നന്റെ സ്വഭാവത്തും നീ നല്ലാക്കോണ്ടേക്കിற റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. സത്യവിശ്വാസിമാരെ ഞങ്ങൾ ചിന്തിക്കണമായ വിഷയത്തിക്ക് അതുപോലെ ചില സലഫ് ഞങ്ങൾ ചൊല്ലുന്നത് പക്ക കാണാം ഇന്ന ഹാദിഹിൽ അഖ്ലാഖ വഹാഇബു ഫഇദാ അഹബ്ബ അല്ലാഹു അബ്ദൻ വഹബഹു മിൻഹാ. ഈ സ്വഭാവം ചൊല്ലുന്നത് അല്ലാഹു ഒരു ഗിഫ്റ്റ് തിക്കറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു അടിമകൾ അവനോ ഇഷ്ടപ്പെടുறானா അവൻക്ക് കൊടുக்கிறதாയ ഒരു ഗിഫ്റ്റ് തിക്കറ് ഹുസ്നുൽ ഖുലുഖ് நல்ல സ്വഭാവം ചൊല്ലുന്നത്. അപ്പ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ജീവിതത്തിൽ ഒരുത്തരുടെ ജീവിതത്തിൽ നല്ല സ്വഭാവം ഉണ്ടായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമരെ ഇഷ്ടപ്പെട്ട അടിയാരെ തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സ്വഭാവം കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തേത് നമുക്ക് നല്ല സ്വഭാവം ഉണ്ടാക്കുള്ളതായ മാർഗങ്ങൾ ചൊല്ലുന്നുണ്ടായെങ്കിൽ നല്ല സ്വഭാവമുള്ള ആൾമാരൊട്ടിಗೆ കൂടിരിക്കുക. മുസാഹബത്തു ദിൽ അഖ്ലാഖിൽ ഹസന. നല്ല ആൾമാർ നല്ല സ്വഭാവമുള്ള ആൾമാരൊട്ടിಗೆ കൂടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. ഒരു വ്യക്തി അവന്റെ ചെങ്ങായിയുടെ ദീനിലേക്ക് തിക്കറ അവൻ ആരൊട്ടിಗೆ കൂടാന അവന്റെ ദീനിലേക്ക് തിക്കറ ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടെ. അപ്പ നിങ്ങൾ റസൂൽ ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ നിങ്ങൾ ആരൊട്ടിಗೆ കൂടാന അത് നിങ്ങൾ നോക്കോണ്ടേക്ക്. മാത്ര ഇന്നത്തെ കേദകര വിഷയത്തിൽ ചൊല്ലട്ടായെങ്കിൽ മുസ്ലിം ചൊല്ലുന്ന പേര് സലഫി ചൊല്ലുന്ന അഡ്രസ് അല്ലാഹു അല്ലാഹു വിളിച്ച് ആരാധിക്കുന്ന ആൾമാരൊട്ടിಗೆ കൂടിയിട്ട് അങ്ങനെ ഒട്ടിಗೆ നല്ല രീതിയിൽ പെരുമാറിയിട്ട് മുന്നോട്ട് പോണ്ട് ഒരു ഖേദകരമായ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ രാജ്യത്തിൽ ഞങ്ങൾ കണ്ടോട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് ഒരു വ്യക്തി അവന്റെ ആരൊട്ടിಗೆ കൂടാണ് അവന്റെ മതത്തിലേക്ക് അല്ലാഹു അല്ലാത്ത ഖബർ ആരാധിക്കുന്നവരോട് കൂടാണ്ടായെങ്കിൽ അവൻ മുശ്രിക്കുകളൊട്ടി കൂടേണ്ടെങ്കിൽ റസൂൽ ഞങ്ങൾ പഠിപ്പാട്ടത്. അല്ലാഹു അല്ലാത്ത വേറെ മതത്തെ ആരാധിക്കുന്നവരോട് കൂടാണ്ടായെങ്കിൽ അവൻ അങ്ങനെപ്പെട്ടവനെത്തിക്ക് റസൂൽ പഠിപ്പാട്ടത്. അപ്പൊ ഞങ്ങൾ നോക്കണം ഞങ്ങൾ ആർക്കെത്തിക്ക് കൂടേ അത് ഞങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ മുസ്ലിം ചൊല്ലും അതുപോലെ സലഫി ചൊല്ലും പേര് മെഡ്രസിന്റെ മയ്യാവില്ല കൂട ആൾമാരൊട്ടിಗೆ ഞങ്ങൾ നോക്കണം ആരെത്തിക്കിற ഓൺ യഥാർത്ഥ സലഫി എത്തിക്കാനാ ഓൺ യഥാർത്ഥ സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവനെ എത്തിക്കാനാ 5 വക്ത് നിസ്കരിക്കുന്നവനെ എത്തിക്കാനാ നോമ്പ് നോക്കിയവനെ എത്തിക്കാനാ അങ്ങനെ ഞങ്ങൾ ക്ലിയർ ആയി തങ്ങളെ വിഷയം പഠിച്ചു എത്തിക്കണം കൂടനായത് സത്യവിശ്വാസിമാരെ. ഇതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നെ. മൂന്നാമത്തേത് ഞങ്ങളെ സ്വഭാവ ഞങ്ങൾ നല്ലാക്കുള്ളത് മൂന്നാമത്തെ മാർഗം മുന്നോട്ട് മരച്ചു പോയതായ അംബിയാവും ഔലിയാവും ഉലമാക്കളുടെ ചരിത്രം പഠിക്കുന്നതിലേക്ക് അങ്ങനെ എങ്ങനെ ഇത്തിക്ക് ജീവിച്ചേ അങ്ങനെ സ്വഭാവം എങ്ങനെ ഇട്ടിട്ട് ആ ചരിത്രത്തിലൂടെ പാടെടുത്തിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അമലാക്കുന്നതിലേക്ക് മൂന്നാമത്തെ ഞങ്ങളുടെ സ്വഭാവ നല്ലാക്കുള്ളതായ മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടത് അനുസരിച്ച് ജീവിതത്തിൽ അമലാക്കുക നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم انصر المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين والبدعة والمبتدعين അതുപോലെ ഞങ്ങൾ നിന്ന് മരിച്ചു പോയതായ ആൾമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ ചില ആൾമാർ അങ്ങനെ രോഗത്തിൽ ദുആർക്കും വസിയത്താക്കിയാറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതായ എല്ലാ രോഗത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാക്കി കൊടുക്കട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.